സോ ഇവല്യൂഷൻ്റെ രണ്ടാമത്തെ എവിഡൻസ് കിട്ടുന്നത് മോർഫോളജിക്കൽ ആൻഡ് അനാറ്റമിക്കൽ എവിഡൻസ് ആണ്. സോ മോർഫോളജിക്കലായിട്ട് എക്സ്റ്റേണലി കാണുന്ന ഫീച്ചേഴ്സ്, അനാറ്റമിക്കൽ ഇൻറ്റേർണലി കാണുന്ന ഫീച്ചേഴ്സ്. സോ മോർഫോളജിക്കൽ ആൻഡ് അനാറ്റമിക്കൽ ആയിട്ടുള്ള എവിഡൻസുകളും ഇവല്യൂഷനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു. എങ്ങനെയാണ് ഇവല്യൂഷൻ നടന്നത് എന്ന് അറിയാനായിട്ട് നമുക്ക് കിട്ടുന്ന എവിഡൻസുകളാണ് മോർഫോളജിക്കൽ ഫീച്ചേഴ്സും അനാറ്റമിക്കൽ ഫീച്ചേഴ്സും. സോ നമ്മൾ പറയുകയാണെങ്കിൽ ചില ഓർഗൻസ് അല്ലെങ്കിൽ ചില സിസ്റ്റംസ് നമ്മുടെ ബോഡിയിൽ നോക്കുകയാണെങ്കിൽ certain structural features ഉണ്ട്. ആ ഓർഗൻസിൻ്റെ സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് ബേസിക്കലി സിമിലർ ഓർ ഡിഫറെൻ്റ് ആയിരിക്കും. ചില പെർട്ടിക്കുലർ ആയിട്ടുള്ള ഓർഗൻസ് അല്ലെങ്കിൽ ഓർഗൻ സിസ്റ്റത്തിൻ്റെയൊക്കെ ആ ഫീച്ചേഴ്സ്, സ്ട്രക്ചറൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒരുപക്ഷെ സിമിലർ ആയിട്ടുണ്ടാവും. പല ഓർഗാനിസംസ് എടുത്തു കഴിഞ്ഞാൽ ആ സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് സിമിലർ ആയിട്ടുള്ള സ്ട്രക്ചറൽ ഫീച്ചേഴ്സും ഉണ്ട്, അതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചറൽ ഫീച്ചേഴ്സും നമുക്ക് കാണാൻ പറ്റും. അതുപോലത്തെ സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് സിമിലറോ ഡിഫറെൻറ്റോ ആണെന്നുണ്ടെങ്കിൽ, സോ ഒരുപാട് സിമിലാരിറ്റീസും ഡിസിമിലാരിറ്റീസും ഈ ഓർഗൻസ് അല്ലെങ്കിൽ ഓർഗൻ സിസ്റ്റത്തിന് ഡിഫറെൻറ്റ് വെർട്ടിബ്രേറ്റിലൊക്കെ കാണുകയാണെങ്കിൽ നമ്മൾ അത് മേ ബി അവർക്കൊക്കെ എന്താ ഒരു കോമൺ ആൻസസ്റ്റേഴ്സ് ഉണ്ടെന്ന് പറയാം. സിമിലാരിറ്റീസ് ഒരു ഡിസിമിലാരിറ്റീസ് എന്ന് പറയുന്നത് ദേ ഷെയർ എ കോമൺ ആൻസസ്റ്റേഴ്സ് എന്നുള്ളത്. സോ അതിന് എക്സാമ്പിളാണ് എങ്ങനത്തെ ഓർഗൻസിനാണ് ഈ പറഞ്ഞ സിമിലാരിറ്റീസ് അല്ലെങ്കിൽ ഡിഫറൻസ് ഉള്ളത്. ഹോമോലോഗസ് ഓർഗൻസ്. രണ്ടാമത്തത് അനോലോഗസ് ഓർഗൻ. ഹോമോലോഗസ് ഓർഗൻ, അനാലോഗസ് ഓർഗൻ, ഗ്രാജ്വൽ മോഡിഫിക്കേഷൻസ്. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക, മോർഫോളജിക്കൽ ആൻഡ് അനാറ്റമിക്കൽ എവിഡൻസ് ഇവല്യൂഷനെ ഹെൽപ്പ് ചെയ്യാനുള്ളത് പറയാൻ പറ്റും. സോ ആദ്യത്തത് ഹോമോലോഗസ് ഓർഗൻ. ഹോമോലോഗസ് ഓർഗൻ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ക്ലാസ്സിലൊക്കെ ഒരു 10th നമ്മൾ ഹൈസ്കൂൾ സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. ഹോമോലോഗസ് ഓർഗൻ എന്ന് പറഞ്ഞാൽ ഓർഗൻസ് വിത്ത് സിമിലർ ഇൻ സ്ട്രക്ചർ ആൻഡ് ഒറിജിൻ. ഒരേ സ്ട്രക്ചറും അതേപോലെ ഒരേ ഒറിജിനിലുള്ള ഓർഗൻസാണ് ഹോമോലോഗസ്. ഹോമോ എന്ന് പറഞ്ഞാൽ സിമിലർ സ്ട്രക്ചറാണ് ഓർഗൻസ് തമ്മിൽ, അതുപോലെ അവരുടെ ഒറിജിനും അതായത് കോമൺ ആൻസസ്റ്ററിൽ നിന്നാണ് വന്നതെന്ന് അർത്ഥം. സിമിലർ സ്ട്രക്ചർ ആൻഡ് കോമൺ ഒറിജിനാണ്, ബട്ട് ഡിസിമിലർ ഇൻ ഫങ്ഷൻ. അവരുടെ ഫങ്ഷൻ വേറെ ആയിരിക്കും. ഒരേ സ്ട്രക്ചറൽ സിമിലാരിറ്റി കാണിക്കുന്നു, അവരെല്ലാം ഒരു കോമൺ ആൻസസ്ട്രിയിൽ നിന്ന് വന്നതാണ്, അതുകൊണ്ട് കോമൺ ഇൻ ഒറിജിൻ ആയിരിക്കും. ബട്ട് അവരുടെ ഫങ്ഷൻ വരുമ്പോൾ അവർ ഡിഫറൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നു. സോ എൻവയോൺമെൻറ്റിൻ്റെ നീഡ് അനുസരിച്ച് ആ ഒരു സെയിം ഓർഗൻ തന്നെ അവരുടെ നീഡ് അനുസരിച്ച് വേറെ ആയിട്ട് ബിഹേവ് ചെയ്യുന്നു, വേറെ ഫങ്ഷനാണ് കാണിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, പാറ്റേൺ ഓഫ് ബോൺസ് ഇൻ 4 limb. ഒരുപാട് എനിമൽസിൽ കാണുന്ന 4 limbs, നമ്മളിപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ 4 limbs. സോ ആ 4 limbsൽ കാണുന്ന ആ പാറ്റേൺ എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ വെയിൽ, ബാറ്റ്, ചീത്ത, ഹ്യൂമൻ, ഇൻക്ലൂഡിങ് ഹ്യൂമൻ. വെയിൽ, ബാറ്റ്, ചീത്ത, ഹ്യൂമൻ എന്നീ മാമൽസുകളിലുള്ള 4 limbകളുടെ സ്ട്രക്ചറൽ സിമിലാരിറ്റിയാണ് നമ്മൾ പറയുന്നത്. സ്ട്രക്ചറൽ സിമിലാരിറ്റി നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ മാമൽസിൻ്റെ ഒക്കെ വെയിൽസ്, ബാറ്റ്, ചീത്ത, ഹ്യൂമൻ ഒക്കെ ഈ മാമൽസിൻ്റെ ഒക്കെ 4 limb എടുത്തു കഴിഞ്ഞാൽ എന്താണ്, പാറ്റേൺ ഓഫ് ബോൺസ് ഇൻ 4 limb സെയിം ആണ്. സെയിം നമ്പർ ഓഫ് ബോൺസ് ആണ് 4 limbsൽ കാണുന്നത്. ആ 4 limbs നോക്കിയാൽ എല്ലാവരിലും, അത് വെയിൽസ് ആണെങ്കിലും ബാറ്റ് ആണെങ്കിലും ചീത്ത ആണെങ്കിലും അതുപോലെ ഹ്യൂമൻ ബീയിങ് ആണെങ്കിലും എല്ലാവരുടെയും 4 limbsൽ സെയിം നമ്പർ ഓഫ് ബോൺസ് ആണ്. ഹ്യൂമറസ്, റേഡിയസ്, അൾന, കാർപ്പൽസ്, മെറ്റാകാർപ്പൽസ് ആൻഡ് ഫാലാഞ്ചസ്. നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട് സ്കെൽറ്റൽ സിസ്റ്റത്തിൽ. സോ ഇതേ നമ്പർ ഓഫ് ബോൺസ് തന്നെയാണ് ഈ പറഞ്ഞ എല്ലാ മാമൽസിലും കാണുന്നത്. അപ്പോൾ അവരിൽ തമ്മിൽ എന്താ, സ്ട്രക്ചറൽ സിമിലാരിറ്റി ഉണ്ട്, ഒരുപാട് സ്ട്രക്ചറൽ സിമിലാരിറ്റി ഉണ്ട്. പക്ഷേ അവരുടെ ഫങ്ഷൻ ഡിഫറെൻ്റ് ആണ്, അവരുടെ എല്ലാവരുടെയും നീഡ് ഡിഫറെൻ്റ് ആണ്. ഒരേ സ്ട്രക്ചറൽ സിമിലാരിറ്റി ഉള്ള സെയിം നമ്പർ ഓഫ് ബോൺസ് ആണ്, എല്ലാം ഒറിജിനേറ്റ് ചെയ്ത് കോമൺ ആണ്. അതുകൊണ്ടാണ് ഇവർക്കൊക്കെ സെയിം സ്ട്രക്ചറൽ സിമിലാരിറ്റി കോമൺ ഒറിജിൻ. ബട്ട് അവരുടെ എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ അവരുടെ നീഡ്, ഓരോരുത്തരുടെയും പർപ്പസ് ആ 4 limbനെ കുറിച്ച് ഡിഫറെൻ്റ് ആണ്. സോ അതനുസരിച്ച് ഇവർ ഡിഫറെൻ്റ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. ഓരോ ഓർഗാനിസം ആ 4 limb സെയിം നമ്പർ ഓഫ് ബോൺസ് ഉള്ള ആ 4 limb അവർ ഡിഫറെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ ഡിഫറെൻറ്റ് ഫങ്ഷൻ, സെയിം സ്ട്രക്ചർ ആൻഡ് സെയിം ഒറിജിൻ അല്ലെങ്കിൽ സിമിലർ ഒറിജിൻ. ഇങ്ങനത്തെ ഇവല്യൂഷനെ നമ്മൾ ഡൈവേർജൻറ്റ് ഇവല്യൂഷൻ എന്ന് പറയും. ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കോമൺ ആൻസസ്റ്റർ ആണ് അതിൻ്റെ, ആ കോമൺ ആൻസസ്റ്ററിൽ നിന്ന് ഡിഫറെൻറ്റ് ഫങ്ഷനിലേക്ക്
അവരുടെ നീഡ് അനുസരിച്ച് വരുമ്പോഴാണ് നമ്മൾ അതിനെ പറയുക ഡൈവേർജൻ. കോമൺ പോയിന്റിൽ നിന്ന് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ്, ഇതാണ് കോമൺ പോയിന്റ്, അതിൽ നിന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കോമൺ സ്ട്രക്ചറാണ്, കോമൺ ഒറിജിനാണ്, ബട്ട് ഡിഫറെൻറ്റ് പർപ്പസിൽ ആ സെയിം ഫോർലിം അല്ലെങ്കിൽ സെയിം ഓർഗൻ ബിഹേവ് ചെയ്യണമെങ്കിൽ അതെന്താണ് ഡൈവേർജൻ, ഡൈവേർജ് ചെയ്ത് പോവാണ് കോമൺ പോയിന്റിൽ നിന്ന് ഡൈവേർജൻ. ഇങ്ങനത്തെ ഇവല്യൂഷനാണ് ഡൈവേർജൻ്റ് ഇവല്യൂഷൻ. ഈ പറഞ്ഞ ഹോമോലോഗസ് സിമിലാരിറ്റി എന്ന് പറയുന്നത് നമുക്ക് സ്കെൽറ്റൽ സിസ്റ്റം, സ്കെൽറ്റലിൽ കാണാൻ പറ്റും, അതുപോലെ ഹാർട്ടിൽ കാണാൻ പറ്റും, അതുപോലെ വെർട്ടിബ്രേറ്റ് ബ്രെയിനിൽ കാണാൻ പറ്റും, അതുപോലെ ബ്ലഡ് വെസൽസ്, എക്സ്ക്രീറ്ററി സിസ്റ്റം. ഈ പറഞ്ഞ ഹോമോലോഗസ് അല്ലെങ്കിൽ ആ സ്ട്രക്ചറൽ സിമിലാരിറ്റി ആൻഡ് സെയിം ഒറിജിൻ ബട്ട് ഡിഫറെൻറ്റ് ഫങ്ഷൻസ് പോലെ നമുക്ക് ഈ പറഞ്ഞ ഹോമോലോഗി ഇതിലൊക്കെ കാണാൻ പറ്റും. സ്കെൽറ്റൽ, ബ്ലഡ് വെസൽസ്, എക്സ്ക്രീറ്ററി, വെർട്ടിബ്രെയിൻ ഒക്കെ. അതുപോലെ ബ്രെയിൻ എടുക്കുകയാണെങ്കിൽ ഡിഫറെൻറ്റ് വെർട്ടിബ്രെയിൻ, ഫിഷ്, ഫ്രോഗ്, അതിൻ്റെയൊക്കെ ബ്രെയിൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് സ്ട്രക്ചറൽ ഹോമോലോഗി കാണാൻ പറ്റും. ഇനി ഹോമോലോഗസ് ഓർഗൻസിൻ്റെ പ്ലാന്റ്സിലുള്ള എക്സാമ്പിൾ നോക്കാം. പ്ലാന്റ്സിലാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട് തോൺസ് ഇൻ ബോഗൻവില്ല. നമ്മുടെ ബോഗൻവില്ല പ്ലാന്റിൽ കാണുന്ന തോൺസ് ഇല്ലേ അത്, അതുപോലെ കുക്കുർബിറ്റയിൽ കാണുന്ന ടെൻഡ്രിൽ. ഈ തോൺസ് ഇൻ ബോഗൻവില്ല ആൻഡ് ടെൻഡ്രിൽ ഇൻ കുക്കുർബിറ്റ, ഇത് രണ്ടും എന്താണ് ഫങ്ഷൻ ഡിഫറെൻ്റ് ആണ്. രണ്ടും തോൺസിൻ്റെ ഫങ്ഷൻ വേറെയാണ്, ടെൻഡ്രിലിൻ്റെ ഫങ്ഷൻ ഡിഫറെൻ്റ് ആണ്. ബട്ട് ഈ തോൺസും ടെൻഡ്രിലും ബോഗൻവില്ലയിലും കുക്കുർബിറ്റയിലും കാണുന്ന തോൺസും ടെൻഡ്രിലിൻ്റെയും ഒറിജിൻ കോമൺ ആണ്. സ്ട്രക്ചറൽ സിമിലാരിറ്റി ഉണ്ട്, അതുപോലെ ഒറിജിൻ സെയിം ആണ്. ഒറിജിൻ എന്താ, രണ്ടും ആക്സിലറി പൊസിഷനിൽ നിന്ന് വന്നതാണ്. അതായത് ആക്സിലറി പൊസിഷനിൽ നിന്നാണ് മോഡിഫൈ ചെയ്ത് ബ്രാഞ്ചായിട്ട് തോൺസും ടെൻഡ്രിൽസും വന്നത്. ബട്ട് രണ്ടിൻ്റെയിലും ഫങ്ഷൻ ഡിഫറെൻ്റ് ആണ്. സോ സ്ട്രക്ചറും ഒറിജിനും സിമിലർ ആണ്, അല്ലെങ്കിൽ ഒറിജിൻ കോമൺ ആണ്, സ്ട്രക്ചർ സിമിലർ ആണ്, ഫങ്ഷൻ ബിഹേവ് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഓർഗൻസിനെ വിളിക്കുന്ന പേരാണ് ഹോമോലോഗസ് ഓർഗൻ. അത് ഏത് ടൈപ്പ് ഇവല്യൂഷനാണ്, ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഡിഫറെൻറ്റ് ഫങ്ഷനായിട്ട് ബിഹേവ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ പറഞ്ഞ ഡൈവേർജ് ചെയ്ത് പോകണം. അതുകൊണ്ട് നമ്മൾ പറയുന്നു ഡൈവേർജൻറ്റ് ഇവല്യൂഷൻ.